ഹലോ, എല്ലാവർക്കും PSC വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഒന്നായ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. PSC, LDC അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാം, ഏത് തലത്തിലുള്ള എക്സാമിനും പ്രയോജനപ്രദമാകുന്ന ഒരു പോർഷനാണ്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും സ്വാഗതം. റഷ്യയിലെ ഒരു പ്രമുഖ ലോകപ്രസിദ്ധ സാഹിത്യകാരനാണ് മാക്സിം ഗോർക്കി. ആ മാക്സിം ഗോർക്കിക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള നോവലുണ്ട്. അതിൻ്റെ പേരാണ് അമ്മ. അപ്പോൾ ആ അമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ നോവലിലെ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കുകളാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. എന്നാൽ അതേസമയം തന്നെ സ്വന്തം മനുഷ്യാഭിമാനത്തിന് വേണ്ടി പൊരുതാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. അപ്പോൾ കുറേയധികം അതിനെക്കുറിച്ച് ആ കഥാപാത്രത്തിൻ്റെ വാക്കുകൾ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന് പറയുന്ന നോവലിലെ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ നോവലുകളിൽ ഉദ്ധരിച്ചിരിക്കുന്ന വാക്കുകൾ അന്നത്തെ റഷ്യയിലെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആ റഷ്യയിലെ സമൂഹം സാധാരണക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്ന ദുരിതപൂർണമായ ഒരു ജീവിത അവസ്ഥയാണ്. അതായത് അക്കാലത്തെ റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും സ്ഥിതിയാണ്, അവരുടെ അവസ്ഥയാണ് ഈ നോവലിലൂടെ കാണാനായിട്ട് സാധ്യമാകുന്നത്. അപ്പോൾ അവർ പല കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് ആ നോവൽ വായിക്കുമ്പോൾ മനസ്സിലാക്കും. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഷ്യയിൽ അക്കാലത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് സാർ ചക്രവർത്തിമാരായിരുന്നു. അപ്പോൾ ഈ സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിന് കീഴിൽ, അപ്പോൾ ഏകാധിപതികളായിരുന്നു സാർ ചക്രവർത്തിമാർ. കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ഒരു ജീവിതമായിരുന്നു റഷ്യയിൽ നയിച്ചിരുന്നത്. റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപാദനം കർഷകരുടെ വരുമാനത്തെ ബാധിക്കുകയും അതേപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു, നികുതി, അവർ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നില്ല, ഭൂരഹിതരായിരുന്നു. അവരെന്ത് ചെയ്യുന്നു, നികുതി അടയ്ക്കേണ്ടി വന്നു. അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു റഷ്യ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ വ്യാവസായിക ഉൽപാദനം തുച്ഛമായിരുന്നു. എന്നാൽ ഈ വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും നിയന്ത്രിച്ചിരുന്നത് വിദേശികളും ആയിരുന്നു. അപ്പോൾ ഈ റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ സ്വേച്ഛാധിഭരണമാണ് റഷ്യൻ വിപ്ലവത്തിന് പ്രചോദനമേകുന്നത്, അല്ലെങ്കിൽ ഈ റഷ്യയിൽ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനായിട്ട് കാരണമായി തീരുന്നത്. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ അവിടുത്തെ സാഹിത്യകാരന്മാരായ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് അപ്പോൾ ഇവരുടെ കൃതികൾ ചിത്രീകരിച്ചു. കാൾ മാർക്സ്, ഫ്രെഡറിക് ഏംഗൽസ്, അപ്പോൾ മാർക്സിസ്റ്റ് ആശയങ്ങൾ, റഷ്യയിലെ മാർക്സിസ്റ്റ് ആശയങ്ങളുടെ വക്താക്കളായിരുന്നു കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും. അവരാവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികളിൽ ആവേശം പകരുകയും മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി അങ്ങനെ റഷ്യയിൽ തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. ഈ മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ, നമ്മൾ മനസ്സിലാക്കി, ഫ്രെഡറിക് ഏംഗൽസും കാൾ മാർക്സും ആയിരുന്നു മാർക്സിസ്റ്റ് ആശയങ്ങളുടെ വക്താക്കൾ. അപ്പോൾ ഈ ആശയങ്ങൾ അധിഷ്ഠിതമായി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഒരു സംഘടന റഷ്യയിൽ രൂപം കൊണ്ട്. എന്താണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി? ഈ പാർട്ടിയാണ് പിന്നീട് രണ്ടായി പിരിയുന്നത്, ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും. ബോൾഷെവിക്കുകൾ എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷവും, ബോൾഷെവിക്കുകൾ ഭൂരിപക്ഷവും, മെൻഷെവിക്ക് ന്യൂനപക്ഷം. അപ്പോൾ ഈ ബോൾഷെവിക്കും മെൻഷെവിക്കും ഇത് രണ്ടായിട്ട് പിരിഞ്ഞു. ഏത്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് മാറിയതാണ് ബോൾഷെവിക്കും മെൻഷെവിക്കും. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയത് പലരായിരുന്നു. അതിൽ ലെനിനും ട്രോട്സ്കിയും ബോൾഷെവിക് പാർട്ടിക്ക്, അതായത് ഭൂരിപക്ഷമുള്ള പാർട്ടിക്ക് ലെനിനും ട്രോട്സ്കിയും നേതൃത്വം നൽകി. അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. ഓർത്തിരിക്കണം, അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. 1905 റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
അങ്ങനെ അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി എന്ത് ചെയ്തു? രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ റഷ്യയിലെ പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിനു നേരെ റഷ്യൻ പട്ടാളം എന്ത് ചെയ്തു? വെടിവെച്ചു. അങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഈ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് നടന്ന സമരത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് ആളുകൾ, അതായത് തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തെയാണ് ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്. എന്താണ് ബ്ലഡി സൺഡേ? രക്തരൂക്ഷിതമായ ഞായറാഴ്ച. അപ്പോൾ ഈ ബ്ലഡി സൺഡേ ഓർത്തു വെക്കണം, അത് റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1905 ജനുവരി 9 രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്ന ഈ സംഭവം നടക്കുന്നത്. സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ എന്ത് ചെയ്തു? റഷ്യയിലെ പലയിടങ്ങളിലും രൂപീകരിച്ചു. ഇവ സോവിയറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ തൊഴിലാളികളുടെ സംഘടനയിൽ സമരങ്ങൾ നടത്താനായിട്ട് രൂപീകരിച്ചതാണ് റഷ്യയിൽ. ഇവ എന്തറിയപ്പെട്ടിരുന്നു? സോവിയറ്റുകൾ. സമരം ശക്തമായതിനെ തുടർന്ന് സർ ചക്രവർത്തിമാർ നിർബന്ധിതനായി തീർന്നു ദ്യൂമ എന്ന് പറയുന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ നിർബന്ധിതരായി തീർന്നു. അപ്പോൾ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ദ്യൂമ എന്ന് പറയുന്ന നിയമനിർമ്മാണ സഭ. 1914 നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് 1914 അപ്പോൾ ഈ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ നമ്മൾ പറഞ്ഞു ദ്യൂമ എന്ന് പറയുന്ന നിയമനിർമ്മാണ സഭ രൂപീകരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സർ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമനായിരുന്നു ആ സമയത്ത് സർ ചക്രവർത്തി. യുദ്ധത്തിൽ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ അനേകം റഷ്യൻ ഭടന്മാർ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. അങ്ങനെ 1917ഓളമായി ആ യുദ്ധം കഴിഞ്ഞപ്പോൾ റഷ്യയിൽ എന്ത് ചെയ്തു? ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുകയും 1917 മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്കു വേണ്ടി തെരുവീഥികളിൽ പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് പട്ടണത്തിൽ എന്ത് ചെയ്തു? തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനവും നടത്തി. സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളെ നേരിട്ടെങ്കിലും പിന്നീട് അവരും ഈ സൈനികരും, അതായത് പട്ടാളക്കാരും തൊഴിലാളികളോടൊപ്പം ചേർന്നു. കാരണം അവരും എന്ത് ചെയ്യാണ്? ദുരിതം അനുഭവിക്കുകയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് ഈ പട്ടാളക്കാരെയും തൊഴിലാളികളോടൊപ്പം ചേരാനായിട്ട് പ്രേരിപ്പിച്ചത്. പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ അങ്ങനെ പിടിച്ചെടുക്കുകയും തുടർന്ന് സർ ചക്രവർത്തിയായിരുന്ന നിക്കോളസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിലെ നമ്മൾ പറഞ്ഞിരുന്നു മെൻഷെവിക്കിന് ഒരു നേതാവ്, അതായത് ന്യൂനപക്ഷത്തിന്റെ ഒരു നേതാവായിരുന്ന അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഒരു താത്കാലിക ഗവൺമെന്റ് റഷ്യയിൽ നിലവിൽ വന്നു. ഇതിനെയാണ് ഫെബ്രുവരി വിപ്ലവം. അപ്പോൾ ഈ പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ 1917 മാർച്ച് 8 എന്ത് ചെയ്തു? പ്രകടനം നടത്തുകയും പട്ടാളക്കാർ അത് അടിച്ച് അമർത്താൻ ശ്രമിക്കുകയും, പക്ഷെ പട്ടാളക്കാർ അവരുടെ തീരാദുരിതം കൊണ്ട് ഈ പ്രകടനത്തോടൊപ്പം അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തോടൊപ്പം ചേരുകയും അങ്ങനെ പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുക്കി. അങ്ങനെ എന്ത് ചെയ്തു? നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താത്കാലിക ഗവൺമെന്റ് റഷ്യയിൽ രൂപം കൊണ്ടു. ഇതിനെയാണ് അവിടെ എന്ത് പറയുന്നത്? ഫെബ്രുവരി വിപ്ലവം. റഷ്യൻ കലണ്ടർ പ്രകാരമാണ് ഇതിന് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇത് മാർച്ചിലാണ് നടക്കുന്നത്. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ ഒരു മാസം പിറകിലാണ്. അതുകൊണ്ടാണ് ഇതിന് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ താത്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് മെൻഷെവിക് പാർട്ടിയുടെ നേതാവായ അലക്സാണ്ടർ കെരൻസ്കി ആണെന്ന് പറഞ്ഞു. പക്ഷേ റഷ്യയിലെ സോവിയറ്റുകൾ പല സംഘടനകൾ രൂപീകരിച്ചു എന്ന് പറഞ്ഞു. അവരെയാണ് സോവിയറ്റുകൾ എന്നറിയപ്പെടുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ റഷ്യയിലെ സോവിയറ്റുകളിലെ ഒരു വിഭാഗം ഈ താത്കാലിക ഗവൺമെന്റിനെ, അലക്സാണ്ടർ കെരൻസ്കിയുടെ മെൻഷെവിക്കിന്റെ നേതൃത്വത്തിലുള്ള താത്കാലിക ഗവൺമെന്റിനെ അംഗീകരിച്ചില്ല. ഈ സമയത്ത് ബോൾഷെവിക്കിന്റെ, അതായത് ഭൂരിപക്ഷത്തിന്റെ നേതാവായ ലെനിൻ സ്വിറ്റ്സർലൻഡിലായിരുന്നു. അങ്ങനെ ലെനിൻ എന്ത് ചെയ്തു? സ്വിറ്റ്സർലൻഡിൽ നിന്ന് റഷ്യയിലെത്തുകയും ഈ താത്കാലിക ഗവൺമെന്റിനെ, മെൻഷെവിക്കിന്റെ ഗവൺമെന്റ്, അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ എതിർക്കുകയും അതുപോലെ തന്നെ വിപ്ലവം അതിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് ലെനിൻ ആവശ്യപ്പെടുകയും ചെയ്തു.
ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിന്റെ നിലപാടിനെ പിന്തുണച്ചു. അങ്ങനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അതിനായിട്ട് അവർ പല ആവശ്യങ്ങൾ ഉന്നയിച്ചു. ആ ആവശ്യങ്ങളാണ് ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക, ഫാക്ടറികൾ എന്ത് ചെയ്യുക, ജനങ്ങൾക്ക് പൊതുസ്വത്താക്കി മാറ്റുക. അപ്പോൾ മെൻഷെവിക്കുകളുടെ നേതൃത്വത്തിലാണ് താത്കാലിക ഗവൺമെന്റ് ഉള്ളതെന്ന് പറഞ്ഞു. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ ഈ താത്കാലിക ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിക്കുകയും അങ്ങനെ അലക്സാണ്ടർ കെരൻസ്കി രാജ്യം വിട്ടു പോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവികൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവത്തെ ഒക്ടോബർ വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 1917 ഒക്ടോബറിലാണ്, റഷ്യൻ കലണ്ടർ പ്രകാരമാണ് ഒക്ടോബർ വരുന്നത്. യഥാർത്ഥത്തിൽ അത് നവംബർ ആണ്. നമ്മൾ ഫെബ്രുവരി വിപ്ലവം പഠിച്ചതുപോലെ അത് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര കലണ്ടർ പ്രകാരം മാർച്ചാണ്. അപ്പോൾ ഈ വിപ്ലവത്തെ എന്തറിയപ്പെടുന്നു? ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നു. അങ്ങനെ സോവിയറ്റുകളുടെ സമ്മേളനം ഒരു ക്യാബിനറ്റ് രൂപം നൽകി, ലെനിനെ അധ്യക്ഷനാക്കിക്കൊണ്ട്. അപ്പൊ ഈ റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് ഈ സോവിയറ്റുകൾ എന്ത് ചെയ്തു? കർഷകർക്ക് വിതരണം ചെയ്തു. പൊതു ഉടമസ്ഥയ്ക്ക് പ്രാധാന്യം നൽകുകയും കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കുകയും സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിക്കുകയും ചെയ്തു. അങ്ങനെ ലെനിനാണ് അവിടുത്തെ നേതാവായി ക്യാബിനറ്റിന് രൂപം നൽകിയത്. 1924 റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകളെല്ലാം കൂടി ചൂടിച്ചേർന്ന് 1924 ഓർത്തിരിക്കണം, സോവിയറ്റ് യൂണിയൻ USSR രൂപീകരിക്കപ്പെട്ടത്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ത് ചെയ്തു? വ്യാപകമാവുകയും ചെയ്തു. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉടലെടുത്തപ്പോൾ റഷ്യയിലാണ് വ്യാപകമാവുകയും ചെയ്തു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ചേർന്ന് രൂപകൽപ്പന ചെയ്ത ആശയ സംഹിതയാണ് മാർക്സിസം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ പ്രസ്താവിക്കുന്ന കാര്യങ്ങൾ, ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് ഈ മാർക്സിസത്തിന്റെ ആശയം എന്ന് പറയുന്നത്. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും എന്ത് ചെയ്തു? ആഹ്വാനം ചെയ്തു. ഇനി നമുക്ക് റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാനായിട്ടുള്ളത് ഒരു സിനിമയെ കുറിച്ചാണ്. ഒരു റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രമാണ് ബാറ്റിൽഷിപ്പ് പൊട്ടങ്കീൻ. സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിൽ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ് ഈ നിശബ്ദ സിനിമ, അതായത് ശബ്ദചിത്രമല്ല നിശബ്ദ ചിത്രമാണ് ഇത് ബാറ്റിൽഷിപ്പ് പൊട്ടങ്കീൻ. കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടങ്കീനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിണമിച്ചതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചലച്ചിത്രം. ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തതും സെർഗി ഐസൻസ്റ്റീനാണ്. അപ്പോൾ സെർഗി ഐസൻസ്റ്റീന്റെ 2 ചിത്രങ്ങളാണ് ബാറ്റിൽഷിപ്പ്, എന്താണ് പറഞ്ഞത്, ആദ്യത്തെ ബാറ്റിൽഷിപ്പ് പൊട്ടംകീനും അതേപോലെ തന്നെ രണ്ടാമത്തായത് ജോൺ റീഡിന്റെ പുസ്തകം ആയിരുന്ന ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം, അതിൽ നിന്നെ ആധാരമാക്കി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിലെ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയത്. എല്ലാവരും PSC വിന്നർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കമൻസിനോടൊപ്പം തന്നെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക്, അതായത് ഇനി ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ അടുത്തതായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ചൈനീസ് വിപ്ലവമുണ്ട്,
അതിൻ്റെ ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും വളരെയധികം നന്ദി.